മാസത്തിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുക്കുന്ന അസുഖമുള്ള ഒരു കുട്ടിയുടെ സാക്ഷ്യം അച്ഛൻ ടെലിവിഷനിലൂടെ വായിച്ച് ഞാൻ കേട്ടു. ആ സമയത്ത് ആ കുട്ടിക്ക് 21 വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുപ്പ് വരുന്ന അസുഖമായിരുന്നു. എനിക്ക് 27 വർഷമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 27 വർഷം ചെവിയിൽ ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നതിനെ തുടർന്നാണ് അങ്ങനെ ഉണ്ടായത്. ഏകദേശം ഒരു 10 ENT ഡോക്ടേഴ്സിനെങ്കിലും ഞാൻ കാണിച്ചു. ലാസ്റ്റ് കാണിച്ചത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറിനെയായിരുന്നു. എന്നിട്ട് ബഡ്സ് ഇടരുതെന്ന് എന്നോട് പറയും. എന്നാൽ ഇറിറ്റേഷൻ കാരണം ഞാൻ ബഡ്സ് ഇടും. വീണ്ടും ചെവിക്കകത്ത് പഴുക്കും. പുറത്തേക്ക് പഴുപ്പൊന്നും വരാറില്ലായിരുന്നു, എങ്കിലും എപ്പോഴും ഒരു അസ്വസ്ഥതയായിരുന്നു ചെവിക്കകത്ത്. അങ്ങനെ ഞാൻ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈ ചെവിയും സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ക്രമേണ എൻ്റെ അസുഖം 1 മാസത്തിനിടയ്ക്ക് മാറിക്കിട്ടി. ഇതുവരെയും പിന്നീട് വന്നിട്ടില്ല. ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം വേറൊരു വ്യക്തി 21 വർഷമായി ചെവിയുടെ പഴുപ്പ് ഉണ്ടായിരുന്ന സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുന്നത് കേട്ടു. ആ സമയത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ ഈ ചെവി, ഇത് 27 വർഷമായി ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡയാണ്, അതങ്ങോട്ട് സൗഖ്യപ്പെട്ടു. അതിനുശേഷം 6 മാസം പ്രായമായ എൻ്റെ കുഞ്ഞിന് ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം 4 മാസം കഴിയുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനും ഇതേ അസുഖം തന്നെ ഉണ്ടായി. പനി വന്നു, ഇങ്ങനെ ചെവിക്ക് അതോടെ പഴുപ്പ് വന്നു. ആദ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊഴിച്ചു, മാറി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പ് വന്നു. ആ സമയത്ത് ഞാൻ ഞായറാഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൊച്ചിൻ്റെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണണമെന്ന്. അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണുകയും പിന്നീട് കുഞ്ഞിന് ജലദോഷം ഉണ്ടായപ്പോഴൊന്നും ചെവിയിലൂടെ പഴുപ്പ് ഇതുവരെയും വന്നിട്ടില്ല. അത്ഭുതകരമായ കുടുംബത്തെ ഡെലിവറി ചെയ്ത് അവന് വിടുവിച്ച് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കാം. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ, വാക്കുകൾ പോരാതാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൽ, വാക്കുകൾ പോരാതാ ചൊല്ലാ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി.